കാശി വിശ്വനാഥ ജ്യോതിർലിംഗത്തിന്റെ കഥ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്. ആരാധനയും തപസ്യയും ഒരിക്കലും വ്യർത്ഥമാകുകയില്ലെന്ന് മനസ്സിലാക്കുക. ആ ഭഗവാൻ, ഈ കഥയുടെ സമ്പൂർണ്ണ സാരം ഇതാണ്. ആരാധന ഭക്തരെ ഭഗവാനിലേക്ക് തീർച്ചയായും നയിക്കുമെന്ന്. പരംപിതാവേ, അങ്ങ് അത്യന്തം സാരഗംഭീരമായ കഥ പറഞ്ഞു. ഈ കഥ സമ്പൂർണ്ണ ജഗത്തിൽ ഒരു ആദർശം പ്രചരിപ്പിക്കുന്നു. സമ്പൂർണ്ണ ജഗത്തിനും അതുകൊണ്ട് ഗുണമുണ്ടാകട്ടെ. ഉത്തമം തന്നെ. പക്ഷേ നാരദ, നിനക്കും അതിന്റെ ഗുണം ലഭിക്കണം. അതിലൊട്ടും ശങ്ക വേണ്ട പരംപിതാവേ. ശങ്കയില്ലല്ലോ. കഥ പറയുന്നതിന് മുൻപ് പാർവതിയുടെ ആരാധന സഫലമാകുമോ എന്ന് നീ ശങ്ക പ്രകടിപ്പിച്ചു. ഈ കഥ ഭാവി പ്രവചനം കൂടിയാണ്. പാർവതിയുടെ ആരാധന തീർച്ചയായും സഫലമാകും. പരംപിതാവേ, അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ തീർച്ചയായും സഫലമാകും. വീണ്ടും മറക്കുന്നു നാരദ. പാർവതി എന്നെയല്ല, ശിവനെയാണ് ആരാധിക്കുന്നത്. അവളുടെ ആരാധന ശിവന്റെ കൃപ മൂലം സഫലമാകും, എന്റെ അല്ല. സത്യം ഇതാണ്. എപ്രകാരം അർദ്ധനാരീശ്വരനിൽ നിന്ന് ഉത്ഭവിച്ച നരനാരിമാർ ശിവദർശനത്തിനായി അനേകതരം കഷ്ടങ്ങൾ സഹിച്ചുവോ സമയമെടുത്തുവോ, അപ്രകാരം പാർവതിക്കും കൂടി സാഫല്യവും കൃപയും ലഭ്യമാകുന്നതിന് മുൻപ് കാത്തിരിക്കേണ്ടതായി വരും. ആഗ്രഹപൂർത്തിക്ക് മുൻപ് പാർവതിക്ക് അനേകതരം നാരീലീലകൾ ആടേണ്ടതായി വരും. ആഗ്രഹപൂർത്തിക്ക് മുൻപ് പാർവതിക്ക് അനേകതരം നാരീലീലകൾ ആടേണ്ടതായി വരും. പിന്നെ പാർവതി മാത്രമെന്തിന്? അവളുടെ മാതാപിതാക്കൾ, സഹോദരൻ എന്നിവരും അതിൽ പങ്കാളികളാകും. പാർവതിക്ക് സ്വന്തം മാതാപിതാക്കളുടെയും കുടുംബത്തിന്റെയും വിരോധം സഹിക്കേണ്ടി വരും. അതിനുശേഷം അവളുടെ ആഗ്രഹം പൂർത്തീകരിക്കും. അതായത്, നിങ്ങളേവർക്കും ശിവപാർവതി സംഗമത്തിന്റെ വിഷയത്തിൽ ഒരു വിധത്തിലുള്ള ശങ്കയും ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം ശങ്ക നിരാശയ്ക്ക് ജന്മം നൽകുന്നു, നിരാശ പീഡയ്ക്കും. പുരുഷാർത്ഥം പീഡ സഹിച്ചല്ല, പീഡാരഹിതമാണ് നേടേണ്ടത്. നാരായണ നാരായണ, അതിസുന്ദരം, അതിഉത്തമം. ഈ ബ്രഹ്മവാക്യം ഇതിനു മുൻപ് കേട്ടിട്ട് തന്നെയില്ല. കേട്ടോ ദേവരാജ? പുരുഷാർത്ഥം പീഡാരഹിതമാണ് നേടുക, പീഡാസഹിതമല്ല. ആ ദേവർഷി, കേട്ടു. കേട്ടതുകൊണ്ട് മാത്രമായില്ല ദേവരാജ, അത് ഉൾക്കൊള്ളണം. ഏതായാലും ആ കഴിവ് നഷ്ടമാകുന്ന സമയം ഇതുവരെ വന്നില്ല. അങ്ങനെ ഒരു സമയം വരുമോ പരംപിതാവേ? ആ നാരദ, കലിയുഗത്തിൽ അങ്ങനെ സംഭവിക്കും. ബ്രഹ്മവാക്യം ശ്രവിക്കുന്നവർ ധാരാളമുണ്ടാകും, പക്ഷേ ഉൾക്കൊള്ളുന്നവരുണ്ടാകില്ല. പറയുന്നവർ ധാരാളം ഉണ്ടായേക്കും, പക്ഷേ ഉൾക്കൊള്ളുന്നവർ വളരെ ചുരുക്കവും. അതായതോ നാരദ, കലിയുഗത്തിൽ ജനങ്ങൾ വലിയ വലിയ വാക്കുകൾ സംസാരിക്കും, ശ്രവിക്കും, പക്ഷേ പ്രവൃത്തി ചെറുതും താണതുമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു ദേവരാജ, ഇത് മനസ്സിലാക്കൂ, ആലോചിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്തൂ. അതിലാണ് നിന്റെയും സമസ്ത ദേവന്മാരുടെയും മംഗളം. നാരായണ നാരായണ, ഉപയോഗപ്പെടുത്തൂ ദേവരാജ, ഉപയോഗപ്പെടുത്തൂ. പരംപിതാ ബ്രഹ്മദേവന് ദർശനം താങ്കളെ സാഫല്യത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കും. ദേവർഷി, ഞാനിപ്പോൾ എന്ത് പുരുഷാർത്ഥമാണ് ഇച്ഛിക്കേണ്ടത്? ധൈര്യപൂർവം പ്രതീക്ഷിക്കുന്നതും ഒരു പുരുഷാർത്ഥമാണ് ദേവരാജ. പ്രതീക്ഷ ഞങ്ങൾ പ്രതീക്ഷിക്കുക തന്നെയാണ്. വിവശനായിട്ടല്ല, ധൈര്യമായി പ്രതീക്ഷിക്കൂ. വിവശനായി ചെയ്യുന്ന പ്രതീക്ഷയിൽ ഭയം, പീഡ, പിന്നെ നിരാശയുമുണ്ടാകും. പക്ഷേ ധൈര്യപൂർവമുള്ള പ്രതീക്ഷയിൽ ആനന്ദവും ഭാവിയെക്കുറിച്ച് സുഖസങ്കല്പങ്ങളും ഉണ്ടാകുന്നു. ദുഃഖം അതല്ല. ഇതെല്ലാം അറിവുണ്ടായിട്ട് കൂടി താരകാസുരന്റെ അത്യാചാരം എന്റെ വിവേകവും എന്റെ ബുദ്ധിയും ദുഷിപ്പിച്ചിരിക്കുന്നു. എന്റെ അഭിപ്രായം നമുക്കിനി വിടവാങ്ങാമെന്നാണ്. ക്ഷമിക്കണം ബ്രഹ്മദേവ, ഞങ്ങൾ വീണ്ടും വീണ്ടും അങ്ങയെ ശല്യം ചെയ്യുന്നു. നിങ്ങൾക്കതിന് അധികാരമുണ്ട് ദേവരാജ. നാരായണ നാരായണ, ഇനി ഭാവി പരിപാടികൾ എന്താണ് ദേവരാജ? ഈ ബ്രഹ്മവാക്യം ശ്രവിച്ചതിന് ശേഷം ധൈര്യപൂർവം കാത്തിരിക്കുകയല്ലാതെ മറ്റെന്ത് കർത്തവ്യം ദേവർഷി? ബ്രഹ്മദേവൻ കാശി വിശ്വനാഥ ജ്യോതിർലിംഗത്തെക്കുറിച്ച് അർത്ഥപൂർണമായ കഥ പറഞ്ഞില്ലേ? അതുകൊണ്ട് ഒരു ഗുണവുമില്ലെന്നോ? നാരദ,
ദേവരാജന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അമ്മേ, ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. അർദ്ധനാരീശ്വരിൽ നിന്ന് ഉത്ഭവിച്ച നരനും നാരിക്കും ശിവകൃപയും ശിവദർശനവും ശിവ ആരാധന മൂലമാണ് ലഭിച്ചത്. പാർവതിക്കും ശിവാരാധനയിലൂടെ ശിവന് ലഭിക്കും. അതുകൊണ്ട് മനോകാമന പൂർത്തിക്കും സാഫല്യത്തിനും വേണ്ടി ശിവാരാധന അനിവാര്യമാണ്. ശിവാരാധന മൂലം ശിവൻ പ്രസന്നനായി മനോകാമനകൾ പൂർത്തീകരിക്കും. ബ്രഹ്മദേവ, ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാ ദേവന്മാരുമൊത്ത് ശിവാരാധന ചെയ്യും. അതെ, തീർച്ചയായും ചെയ്യും. മംഗളം ഭവ. എവിടെ പോകാനുള്ള തയ്യാറെടുപ്പാ? ജ്യേഷ്ഠൻ അറിയാമല്ലോ ഞങ്ങൾ എവിടെ പോവുകയാണെന്ന്. ആ, അറിയാം. പക്ഷെ നിന്റെ മുഖത്ത് നിന്ന് കേൾക്കണം. എങ്കിൽ കേൾക്കണം. ഞാൻ എന്റെ സഖിമാരൊത്ത് ശിവാരാധന ചെയ്യുവാൻ ഹിമഗിരി ശിഖരത്തിൽ പോകുന്നു. ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല. കാരണം? നിനക്കറിയാം. അറിയാം, പക്ഷേ അങ്ങയുടെ മുഖത്ത് നിന്ന് കേൾക്കണം. എന്നാൽ കേട്ടോ, നമ്മെ അപമാനിച്ച അധർമ്മി ശിവനെ ആരാധിക്കുന്നതിൽ നിന്ന് എതിർത്തുവെങ്കിലും ഞാൻ നിന്നെ തടഞ്ഞില്ല, നിന്നോടുള്ള സ്നേഹം കാരണം. പക്ഷേ നിന്റെ പൂജയും ആരാധനയും സ്വീകരിക്കാതെ അയാൾ നിന്നെയും അപമാനിക്കുന്നു. ഇത് അസഹനീയമാണ്. ഇത് നിന്നെ മാത്രമല്ല, നമ്മെയും നമ്മുടെ രാജകുടുംബത്തെയും നിരാകരിക്കലാണ്. ജ്യേഷ്ഠ, ബഹുമാനം ലഭിക്കണമെന്ന് ഇച്ഛിക്കുന്നവർക്ക് ബഹുമാനം നൽകുവാനും ഇച്ഛയുണ്ടായിരിക്കണം. ഞാൻ ആരെയാണ് അപമാനിച്ചത്? അങ്ങയുടെ ഭാഷയോട് തന്നെ ചോദിക്കൂ, അത് പറയും. ആദരണീയ വ്യക്തികളെ കുറിച്ച് ബഹുമാന പദങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെ അപമാനത്തിന് തുല്യമാണ്. നിനക്ക് ശിവന്റെ മാനത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. പക്ഷേ സ്വന്തം കുലത്തിന്റെ മാനാപമാനത്തെക്കുറിച്ച് തെല്ലും വിചാരമില്ല. നിന്റെ പൂജയും ആരാധനയും അവിടെ സ്വീകാര്യമല്ലെങ്കിൽ നീ പിന്നെ വീണ്ടും വീണ്ടും എന്തിനാണ് അവിടെ പോകുന്നത്? നിനക്ക് ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? പൂജയും ആരാധനയും സ്വീകരിക്കുന്നതിന് എത്ര സമയമെടുക്കും? അഥവാ ആരാധ്യൻ ഭക്തയുടെ അപേക്ഷ കേൾക്കുവാൻ എത്ര സമയമെടുക്കും? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമോ? ആഹാ, അപ്പോൾ നീ തർക്കിച്ച ആളാകാൻ ശ്രമിക്കുകയാണല്ലേ? പക്ഷേ ഞാൻ നിന്നെ അവിടെ പോകാൻ അനുവദിക്കില്ല. എന്റെ ജപവും തപവും തടയാനുള്ള ശ്രമം വ്യർത്ഥമാണ് ജ്യേഷ്ഠ. എന്ത് തർക്കവിതർക്കമാണ് നടക്കുന്നത് നിങ്ങൾ തമ്മിൽ? പിതാവേ, ഞാൻ അങ്ങയോടും അമ്മയോടും ജ്യേഷ്ഠനോടും കൈകൂപ്പി യാചിക്കുകയാണ്. നിങ്ങൾ എന്റെ ശിവാരാധനയെ തടയരുത്. തടയുകയാണെങ്കിൽ അതെനിക്ക് സഹിക്കാനാവുകയില്ല. മകളെ, നിനക്കഹിതമായത് നമ്മുടെ ഹിതമാകയില്ല. പിതാവേ, അങ്ങ് പാർവതിയുടെ വാഗ്ജാലത്തിൽ പെടരുത്. പിന്നെ നിന്റെ ക്രോധജാലത്തിൽ പെടണോ? ബുദ്ധിപൂർവം പ്രവർത്തിക്കുക. നമ്മെ അപമാനിക്കുന്നവൻ നമ്മുടെ ശത്രുവാണ്. ശത്രുവിനെ വെറുക്കുന്നത് ബുദ്ധിഹീനതയാണോ? ആലോചന കൂടാതെ ഒരാളോട് ശത്രുഭാവം വച്ച് പുലർത്തുന്നത് ബുദ്ധിഹീനത തന്നെയാണ് മകനെ. ശിവൻ എങ്ങനെ നമ്മുടെ ശത്രുവാകും? ഇതിനു മുൻപും നിന്നോട് പറഞ്ഞു, ഭഗവാൻ ശിവൻ നമ്മുടെ സ്ഥലത്ത് അല്പകാലം ഏകാന്തവാസത്തിനായി വന്നതാണെന്ന്. അല്പകാലം. അകാരണമായി ഒരാളോട് ശത്രുഭാവം വച്ച് പുലർത്തുന്നത് കൊണ്ട് അയാൾക്ക് ലേശവും ഹാനി സംഭവിക്കുന്നില്ല. പക്ഷേ സ്വയം ഹാനി സംഭവിക്കുന്നു. ആ ഹാനി മൂലം മറ്റൊന്നും ശേഷിക്കുന്നില്ല. പുത്രി പാർവതി, നീ നിന്റെ സഖികളോടൊത്ത് പോയിക്കൊള്ളുക. ഭഗവാൻ ശിവനെ ആരാധിച്ചുകൊള്ളു. ഓം നമഃ ശിവായ. 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 ഓം നമഃ ശിവായ.
തും തനനന